KSRTC ബസ്സിൽ യാത്രക്കാരന്റെ നഗ്നതാ പ്രദർശനം. സമീപത്തെ സീറ്റിലിരുന്ന സ്ത്രീക്ക് നേരെയായിരുന്നു നഗ്നതാ പ്രദർശനം. ലൈംഗിക വൈകൃതം തുടർന്നതോടെ ദൃശ്യങ്ങൾ യുവതി മൊബൈൽ ഫോണിൽ പകർത്തി. വിനീഷ് ഉണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇത് എന്തായിരുന്നു സംഭവം? ഇതിൽ പരാതി പോയിട്ടുണ്ടോ? ഇയാളെ പിടികൂടിയിട്ടുണ്ടോ? എന്താണ്? മനുഷ്യ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇത് കൊല്ലത്ത് നിന്നും മാവേലിക്കരയ്ക്കുള്ള ബസ്സായിരുന്നു. കൊട്ടിയത്ത് നിന്നാണ് ബസ് പുറപ്പെട്ടത്. അപ്പോ ഈ ബസ്സിലാണ് യുവതിക്കെതിരെ ഇത്തരത്തിലുള്ളൊരു നഗ്നതാ പ്രദർശനം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ യുവതി കൊല്ലം പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു വലിയ രീതിയിലുള്ള ദുരനുഭവം ഈ യുവതിക്ക് നേരിടേണ്ടി വന്നത്. രാത്രിയിലായിരുന്നു. ബസ്സിൽ മറ്റ് യാത്രക്കാർ കുറവായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. യുവതി യാത്ര ചെയ്ത ബസ്സിന്റെ തൊട്ടടുത്തായിട്ടിരുന്ന സീറ്റിലിരുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള നഗ്ന പ്രദർശനം നടത്തിയിരിക്കുന്നത്. യുവതി ദൃശ്യങ്ങൾ പകർത്തുന്നത് ഇയാളെ കണ്ടിട്ടും വീണ്ടും ഇതേ പ്രവർത്തനം തന്നെ തുടർന്നു എന്നാണ് യുവതി ആരോപിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ കൊല്ലത്ത് പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകാനുള്ള ശ്രമത്തിലാണ്. ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മഞ്ജുഷ്, കണ്ടക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അദ്ദേഹം ഇയാളെ അവിടെ വെച്ച് തന്നെ ഇയാളോട് കാര്യങ്ങൾ ചോദിക്കുകയൊന്നും ചെയ്തില്ലേ? മഞ്ജുഷ്, നമുക്ക് യുവതിയോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് കണ്ടക്ടറോടൊന്നും ഈ വിവരം പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇവർ ഈ ദൃശ്യങ്ങൾ പകർത്തി തുടർന്ന് യാത്ര ചെയ്യുകയായിരുന്നു. ഇയാൾ കൊല്ലത്തെത്തിയപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇവർ മാവേലിക്കര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലായിരുന്നു യാത്ര ചെയ്തത്. തുടർന്നാണ് ഇവർ പരാതി നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. നമുക്കത് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദൃശ്യമാണ്. എന്തായാലും ഇത്തരം നീച പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ്. ശരി, പരാതിക്കാരി തന്നെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ കമ്മീഷൻ ഓഫീസിൽ വന്നിട്ടുണ്ട് പരാതി കൊടുക്കാനായിട്ട് വന്നേക്കാം. ഇയാള് അറിഞ്ഞിട്ടുണ്ടോ? എവിടുത്തുകാരനാണെന്നോ അങ്ങനെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, പുള്ളി കൊല്ലത്താണ് ഇറങ്ങിയത്. എവിടെ നിന്ന് കയറിയതോ? കൊട്ടാരക്കരയോ? അല്ല, ഞാന് കൊട്ടിയത്തുനിന്ന് കൊല്ലത്തേക്ക് വരുമായിരുന്നു. ഞാനൊരു പള്ളുമുക്ക് എത്തിയപ്പോഴാണ് നമുക്ക് ഒരു ഡൗട്ട് തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യായിരുന്നു. കണ്ടക്ടറോട് പറഞ്ഞില്ലേ ഈ കാര്യം? ഇല്ല, ആ ടൈമിൽ ഞാൻ കുറച്ച് പാനിക്കായി. ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ വിശ്വസിച്ച് ഞാൻ പിന്നെ നോക്കുക ചെയ്യുന്നത്. അപ്പൊ പിന്നെ പരാതി കൊടുത്ത ഇപ്പോഴാണോ? അതെ, കൊടുക്കാനായിട്ട് ഇപ്പൊ വന്നിരിക്കുക, കമ്മീഷൻ ഓഫീസിൽ വന്നിരിക്കുക. ശരി, എന്തായാലും ഇയാൾക്കെതിരെ പരാതി കൊടുക്കുമെന്ന് പരാതിക്കാരി ഇപ്പോൾ യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ട്. കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രക്കിടെയാണ് ഈ സംഭവം ഉണ്ടായത്.